വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടീൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് നമ്മൾ 750 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ സർവീസിന് കൊണ്ടേ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു സർവീസ് കഴിഞ്ഞാൽ അതിനെ പറ്റി ഡീറ്റെയിൽസ് തരാമെന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. ഫസ്റ്റ് സർവീസ് എന്തായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് കുറച്ച് ഓടിയിട്ടിടാന്ന് വെച്ച്, അതുകൊണ്ടാണ് സർവീസ് കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് വീഡിയോ എടുക്കുന്നത്. സർവീസ് കഴിഞ്ഞ് ഏകദേശം ഒരു 150 കിലോമീറ്ററും കൂടി ഓട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സൺഡേ ആണെന്ന്, നമ്മളെ വാഷിംഗ് ഡേ ആണ്. അതായത് വണ്ടി ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ട് വെള്ളമടിച്ച് കഴുകി വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 4 ദിവസത്തെ ഓട്ടിയിട്ട് വണ്ടി കുഴപ്പമൊന്നും പറയാൻ മാത്രമൊന്നുമില്ല. സർവീസ് ബെറ്ററൊന്നും പറയാനില്ല. ചില സെൻറ്ററുകൾ എന്താ പറയുക പക്കാലമ്പാണ്. സർവീസ് നമുക്കിപ്പോൾ നിലവിൽ വണ്ടി കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് ഇല്ല. സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ കയ്യിലില്ല. ഞാൻ വീഡിയോൻ്റെ അവസാനത്തിൽ കാണിച്ചു തരാം കേട്ടോ. എത്ര നമുക്ക് സർവീസ് ചാർജ് വന്ന്, ഇഞ്ചിന് എത്ര, ഇഞ്ചിൻ ഓയിലിന് എത്ര സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ലിപ്പ് ഉണ്ട്, അവരെ ബില്ലുണ്ട്. അപ്പോൾ അത് കാണിച്ചതിൻ്റെ ലാസ്റ്റ്. പിന്നെ എനിക്കൊരു വണ്ടി എടുത്ത് ഓടിയതിന് ശേഷം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു ലോങ് റൈഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഞ്ചിനതാ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കൂടുതൽ വണ്ടി ഇങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് ഹീറ്റ്, നമ്മളെ കാലിപ്പോൾ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് ഹീറ്റ് ഫീൽ ചെയ്യും. പക്ഷേങ്കിൽ ഇതിൻ്റെ ഫാൾട്ടല്ല, അത് വണ്ടിക്ക് ഓൾറെഡി അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ള കാര്യം അത്രയേ ഉള്ളൂ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത്ര കേട്ടോ ഓട്ടീൻ്റെ മൈലേജിൻ്റെ കാര്യം നോക്കണം. മൈലേജ് ഏകദേശം ഒരു 40 കിട്ടുന്നുണ്ടെന്ന് പറയട്ടോ. അതിലേറെ 40+ എന്നൊന്നും പറയാനില്ല, 40 മൈലേജ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വണ്ടി പൈപ്പ് പിടിച്ച് നനച്ചിട്ട് നമുക്ക് ലാസ്റ്റ് വരുതേ കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ വണ്ടി എടുത്ത് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് നമ്മളെ ഫസ്റ്റത്തെ കൈകളാണ്. ഇതിന് മാത്രം ചളിയൊന്നുമില്ല. ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊടിയും കാര്യങ്ങളും. അപ്പോൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് തുടച്ചാൽ മതിയാവും. നമ്മളെ പരിപാടി ചെയ്യും. ജസ്റ്റ് ടയറൊക്കെ ഒന്ന് വെള്ളം പിടിച്ചിട്ട് ലാസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടക്കാന്നുള്ള പ്ലാനാണ്. രസമല്ലേ വെള്ളം ഇങ്ങനെ നിൽക്കുമ്പോഴേ വണ്ടി കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു ബ്ലാക്കൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം നല്ല നേക്കാണ് കാണാൻ, ഭംഗിയാണ്. ബ്ലാക്കിൽ സംഭവം വെള്ളം പിടിച്ചപ്പോൾ തന്നെ ഏകദേശമൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഇത് മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുത്താൽ മതി, നമ്മളെ പരിപാടി തീരും. ഒരു മടുപ്പില്ലാണ്ട് ചെയ്യുന്നൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആണുങ്ങൾക്ക് കിട്ടും സത്യം പറഞ്ഞാൽ വണ്ടി വാഷ് ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു മടിയില്ലാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം വാഷിങ് മൊത്തം കഴിഞ്ഞ് ഒന്ന് മൊത്തം തുടച്ച് കഴിഞ്ഞപ്പോൾ ഫിനിഷിങ് ആയിട്ടുണ്ട് ഏകദേശമൊക്കെ. അപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ ബില്ല് വന്നിട്ടുണ്ട്. നമുക്ക് വന്ന ബില്ല് കാര്യങ്ങൾ ഇതാണ്, ഈ ഒരു ഫോം കേട്ടോ. ഏകദേശം നമുക്ക് വന്ന പ്രൈസ്, ടോട്ടൽ പ്രൈസ് 1464 നമുക്ക് വന്നിട്ടുള്ളത്. എന്തിനൊക്കെ വന്നിട്ടുള്ളതെന്ന് ഇവിടെ നോക്കിയാൽ അറിയാം. എൻജിൻ ഓയിൽ വന്നിട്ടുണ്ട്, അതേപോലെ 2 എൻജിൻ ഓയിൽ, പിന്നെ മറ്റേ ചെയിൻ ലൂബ് ചെയ്തിട്ടുണ്ട്, പിന്നെ സർവീസ് ചാർജ്. അപ്പോൾ എല്ലാം കൂടിയാണ് നമുക്ക് വന്നിട്ടുള്ളത് 1464 നമുക്ക് വന്നിട്ടുള്ള ബില്ല്. ഫസ്റ്റ് സർവീസ് എല്ലാത്തിനും സെയിം ആണെന്ന് അറിയില്ല. നമ്മൾ ഈ റോണിന് ഫസ്റ്റ് സർവീസ് നമുക്ക് വന്നിട്ടുള്ളത് 1464. പലരും ചോദിച്ചത് സർവീസൊക്കെ എത്രയിലാണ് വരുന്നതെന്ന് കേട്ടോ. 750 to 1000 ആണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. നമ്മൾ 750 ഏകദേശം 748 ആയപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സർവീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 30 to 45 ദിവസം. പിന്നെ രണ്ടാമത്തെ സർവീസ് വരുന്നത് 5500. 500 കഴിഞ്ഞ് ഒരുപാട് ഓടാണ്ട്. മൂന്നാമത്തെ സർവീസ് വരുന്നത് 11500. ഈ 3 സർവീസ് നമുക്ക് ഫ്രീ സർവീസ് ഉള്ളൂ. ഇങ്ങനെ കഴിഞ്ഞ് സംഭവം നമ്മൾ വണ്ടി വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി കംപ്ലൈൻ്റ് ഒന്നുമില്ല. എനിക്കൊരു ബാഡായിട്ടല്ല, ഒരു നെഗറ്റീവ് പറയാൻ തോന്നിയത് എൻ്റെ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ തോന്നിയൊരു ഈ ഒരു സാധനം എഞ്ചിനത് അത്യാവശ്യം ഓടിക്കഴിഞ്ഞാൽ ഹീറ്റ്, ഇപ്പോൾ നമ്മൾ കാലിവിടൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ഹീറ്റ് മേലേക്ക് വന്നിട്ടുള്ള പോലെ ഒരു ഫീലുണ്ട്. അതായത് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതാണ് എനിക്കൊരു ബാഡായിട്ട് തോന്നിയിട്ട്. വേറെ ഒന്നും കംപ്ലൈൻ്റ് ഒന്നും എനിക്ക് പറയാനില്ല. സർവീസ് എന്താ പറയുക, സർവീസ് എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല. പല സർവീസ് സെൻ്ററുകളുണ്ട് കേട്ടോ. മാക്സിമം നിങ്ങൾ ടിവിസിൻ്റെ സർവീസ് അത്ര ബെറ്ററാണെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നും മോശമാണെന്നും പറയുന്നില്ല. പക്ഷേ നോക്കി ചെയ്യുക, സർവീസ് നോക്കി ചെയ്താൽ മതി, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഫ്രീ സർവീസ് 3 ഉള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്യാം, എന്തും ചെയ്യാം. അപ്പോൾ 3 സർവീസ് ഫ്രീ സർവീസാണ്. മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. സർവീസ് സെൻറ്റർ മാക്സിമം നിങ്ങൾ ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പോയി ചെയ്യുക, അല്ലെങ്കിൽ വേറെ സർവീസ് സെൻറ്റർ നോക്കട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. സർവീസിന് ചെറിയൊരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതെല്ലാവർക്കും ബൈ.